യമൻ ജയിലിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയെ ജയിലിലെത്തി സന്ദർശിച്ച് 24 ഖത്തർ പ്രതിനിധി അൻവർ പാലേരി. യമനിലെ സനാ സിറ്റി ജയിലിലെത്തിയായിരുന്നു അൻവർ പാലേരി നിമിഷപ്രിയയുമായി സംസാരിച്ചത്. ജയിൽ മോചിതയാവാൻ നിമിഷപ്രിയ സഹായം അഭ്യർത്ഥിച്ചു. പുറത്തു നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അറിയില്ലെന്നും നിമിഷപ്രിയ പറഞ്ഞു. അൻവർ പാലേരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ആദ്യം. വളരെ സാഹസികമായ ഒരു യാത്രയ്ക്ക് ശേഷം യമനിൽ യുദ്ധ സാഹചര്യങ്ങളുണ്ട്, യുദ്ധം നേരിൽ കണ്ടു. പക്ഷെ ഞങ്ങളുടെ ലക്ഷ്യം നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാന വിഷയമായിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് ഞങ്ങൾ ജയിലിലെത്തി നിമിഷപ്രിയയെ നേരിട്ട് കണ്ടു, സംസാരിച്ചു. അതിന് മൊബൈൽ ഫോണൊന്നും നമുക്ക് അങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല. ആകെയുള്ള ഇതാണ്, ഇങ്ങനെ ഒരു സീലടിച്ച് തരും. ജയിൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സീലാണ് നമുക്ക് തെളിവായിട്ട് തരിക. അപ്പോൾ അവിടെ നിമിഷപ്രിയ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറക്കണം എന്നാണ്. അവർക്ക് മറ്റു യാതൊരു വിവരങ്ങളും പുറത്ത് നടക്കുന്നൊന്നും അറിയില്ല. പിന്നെ അതിനകത്ത് മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരെ പ്രൊട്ടക്ഷനൊക്കെ നോക്കുന്നത്. നമ്മളിനി ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് ചാണ്ടി ഉമ്മൻ സാറുണ്ട്, മറ്റു പലരും ഉണ്ട്. നമുക്ക് മലയാളി സമൂഹമായിട്ട് ചേർന്നിട്ട് നമ്മുടെ ലോകത്തുള്ള മുഴുവൻ മലയാളികളും ഒന്നിക്കും. അതിനുള്ള ഇവരുമായിട്ട് എന്തൊക്കെയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, നമുക്ക് ദയാധനം ഒരു എമൗണ്ട് കൊടുത്തിട്ട് അതെത്രയാണെങ്കിലും അത് കൊടുത്ത് നമുക്ക് നിമിഷപ്രിയ ഇറക്കാൻ പറ്റുമെങ്കിലും ശ്രമം നടത്താം. ഇൻഷാ അല്ലാഹ് എല്ലാവരും കൂടെ നിൽക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി അൻവർ പാലേരി യമനിലെ സനായിലും തത്സമയം ഇപ്പോൾ ചേരുകയാണ്. അൻവർ, എന്തായാലും കൺഗ്രാറ്റ്സ്. അവിടെ നിമിഷപ്രിയയെ നേരിട്ട് പോയി കാണാൻ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അത് ഒരു വലിയ നേട്ടമാണ്. കാരണം നേരിട്ട് എന്താണ് കാര്യങ്ങളെന്ന് നേരിട്ട് എത്തി മനസ്സിലാക്കുക ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നിന്ന് നേരിട്ട് അറിയാൻ കഴിഞ്ഞു? നിലവിലെ സാഹചര്യം എന്താണ്? ഈ മോചനം സാധ്യമാവുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ യമനിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? നന്ദി പ്രജിൻ. തീർച്ചയായും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം കൂടിയാണ്. കാരണം കഴിഞ്ഞ 9 വർഷത്തിനിടെ കേരളത്തിൽ നിന്നും ഒരു മാധ്യമ പ്രവർത്തകൻ ഇതാദ്യമായാണ് സനയിലെ സ്ത്രീകളുടെ ജയിലിലെത്തി. അതായത് സനയിലെ ഓൾഡ് സനയിലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ജയിലിലെത്തി. ഇന്ന് നമുക്ക് ഒരുപാട് കടമ്പകൾ കടന്ന് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് ഇന്ന് നിമിഷപ്രിയയുമായി നേരിട്ട് സംസാരിക്കാൻ പറ്റി. എന്റെ കൂടെ സുബൈർ മുല്ലോളി, അദ്ദേഹമാണ് ഈ ഒരു ദൗത്യത്തിന് ചുക്കാൻ പിടിച്ചത്. കാരണം കഴിഞ്ഞ മാസം ചാണ്ടി ഉമ്മൻ ദോഹയിലെത്തിയപ്പോൾ സുബൈർ മുല്ലോളി, അദ്ദേഹം ഇവിടെ വലിയ പിടിപാടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ യമനിലെ വലിയ ഇത്തരം ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ ചാണ്ടി ഉമ്മനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അന്ന് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നടത്താൻ പറ്റുമോ എന്നുള്ള കാര്യം ചർച്ച ചെയ്തത്. അന്ന് തന്നെ സുബൈർ ചാണ്ടി ഉമ്മന് വാക്ക് നൽകി, എത്രയും പെട്ടെന്ന് ഞങ്ങൾ സനയിലെ ജയിലിലെത്തി നേരിട്ട് നിമിഷപ്രിയയുമായി സംസാരിച്ച ശേഷം ബാക്കി കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് ജയിലിലെത്തി. ഒരു 5 മണിയോടുകൂടി ഇവിടുത്തെ ജയിലിലെത്തി. ഞങ്ങളുടെ കൂടെ ഇവിടെയുള്ള ഈ യമനികളായ ഗോത്ര വിഭാഗക്കാരായ 1-2 പേരുണ്ടായിരുന്നു. വളരെ കരുത്തരായ ആളുകളാണ്. അവരാണ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത്. എന്തായാലും നിമിഷപ്രിയ വളരെ കോൺഫിഡന്റ് ആണ്. ഇത്തരം നേരത്തെ ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് ഈ വധശിക്ഷ തൽക്കാലത്തേക്ക് റദ്ദ് ചെയ്തത്. അപ്പോഴും അത് റദ്ദ് ചെയ്തിട്ടേ ഉള്ളൂ, ഏത് നിമിഷവും അത് നടപ്പാക്കാം എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് യമനിൽ നിന്നുള്ള മീഡിയകളിലൊക്കെ വരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഇടപെടൽ, ഒരു അവസാനഘട്ട ഇടപെടൽ എന്നുള്ള രീതിയിൽ ചാണ്ടി ഉമ്മനും അതുപോലെ സുബൈർ മുല്ലോളിയും സംസാരിക്കുന്നത്. അതുപോലെ ദോഹയിൽ തന്നെയുള്ള മലയാളിയായ ജീസ് വേലം കുന്നേൽ, അതുപോലെ മറ്റൊരാളാണ് ഇല്യാസ് പനച്ചിക്കൽ, ഇവരുടെയൊക്കെ ഇടപെടലുണ്ട്. ഇവരെയൊക്കെ ചേർത്തുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്, സുബൈർ മുല്ലോളി എന്ന് പറയുന്ന ഇദ്ദേഹം ഇനി നേരത്തെ തുടക്കം മുതൽ ഈ കേസുമായി ആരൊക്കെ ബന്ധപ്പെട്ടിരുന്നോ ഇവരെയൊക്കെ ബന്ധപ്പെടുകയും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെ ഇതിന്റെ എല്ലാ ആളുകളുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നിയമ നടപടികൾ നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ദിയാദിനം നൽകിയാലും ജയിൽ മോചിതയാക്കില്ല, അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബങ്ങൾക്ക്. ആ ഒരു അനിശ്ചിതത്തിലാണ് നിലവിൽ ഈ അവസ്ഥയുള്ളത്. ഈ അവസ്ഥ മാറ്റി നമുക്ക് എങ്ങനെ നിമിഷപ്രിയയെ പുറത്തെത്തിക്കാം, ഈ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി നിമിഷപ്രിയയെ എങ്ങനെ നമുക്ക് നാട്ടിലെത്തിക്കാം എന്നുള്ള ഒരു വലിയ യജ്ഞമാണ് അദ്ദേഹം ഏറ്റെടുത്തത്. ഇതിന് ബോബി ചെമ്മണ്ണൂര്, അതുപോലുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാര്, അതുപോലെ ആരൊക്കെയാണോ ഇതിന്റെ തുടക്കം മുതൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ, അതുപോലെ ഇവിടെ നിയമസഹായങ്ങൾ നൽകിയ ആളുകൾ,
ഇവരെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരെ വിളിച്ച് ഫോണിൽ വിളിച്ച് ഇവിടെ നിന്ന് തന്നെ അദ്ദേഹവും ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്, ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ നിമിഷപ്രിയയെ ഇറക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 8 മിനിറ്റ് നേരമാണ് നിമിഷപ്രിയയുമായി സംസാരിക്കാൻ പറ്റിയത്. നിമിഷപ്രിയ വളരെ ആരോഗ്യവതിയാണ്. അതുപോലെ തന്നെ വളരെ ഉറച്ച സംസാരമുണ്ട്, നല്ല രീതിയിൽ സംസാരിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയത് ജയിലിനകത്ത് അവർക്ക് വളരെ നല്ല ഒരു പേരുണ്ട്. അതായത് കുറ്റകൃത്യം ഇതാണെങ്കിലും കൊലക്കുറ്റമാണെങ്കിലും ഇത്രയും കാലത്തിനിടയിൽ അവർ ജയിലിനകത്ത് എല്ലാവരുമായി ഇടപെടുന്നതിലൊക്കെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം അവരുടെ സെക്യൂരിറ്റി ആയിട്ട് അവരുടെ കൂടെ തന്നെ ഞങ്ങളെ കാണാൻ വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, യമൻ സ്ത്രീയാണ്. അവരും നമ്മളോട് വളരെ ദയാവായ്പോടെ റിക്വസ്റ്റ് ചെയ്യായിരുന്നു. കാരണം നിമിഷയെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് നാട്ടിലെത്തിക്കൂ, അവരെ രക്ഷപ്പെടുത്തൂ, നിങ്ങൾ ചെയ്യുന്നത് വലിയ പുണ്യമായിരിക്കും, നിങ്ങളെ അള്ളാഹു രക്ഷിക്കും എന്നൊക്കെ രീതിയിൽ ആണ് അവരത് പറഞ്ഞത്. അവർ അറബിയിലാണ് പറഞ്ഞത്. സുബൈർ എനിക്കത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരികയായിരുന്നു. ഇതാണ് എന്തായാലും നമുക്കൊരു പ്രതീക്ഷയുണ്ട് പ്രജിൻ. യെസ്, എന്തായാലും വെൽഡൺ അൻവർ. അവിടെ പോയി നേരിട്ട് തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കാം എന്താണ് തുടർ നീക്കങ്ങൾ എന്നുള്ളതിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.